RCMലേക്ക് വരുന്നതിന് മുന്നേ ഇങ്ങനെയായിരുന്നെങ്കിൽ RCMലേക്ക് വന്നതിന് ശേഷമാണ് എന്റെ ലൈഫിൽ ഒത്തിരി ചേഞ്ചുകൾ ഉണ്ടായത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണെന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് RCM ആയിരുന്നു. അത് എനിക്ക് ഒരിക്കലും ഞാൻ വന്ന വഴി മറക്കണ കൂട്ടത്തിലല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാനത് പറയാൻ ആഗ്രഹിക്കും. കാരണം എന്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചതും അതുപോലെ നാലാളുടെ മുന്നിൽ ധൈര്യത്തോടുകൂടി രണ്ട് വാക്ക് പറയാൻ സാധിച്ചതും RCMലേക്ക് വന്നതിന് ശേഷം. അപ്പോ ഇത് ശരിക്കും എന്താ പറയാ, നമ്മൾക്കൊക്കെ പൊതുവെ എന്താണെന്നറിയാമോ, നമ്മൾക്ക് നമ്മളുടെ ഉള്ളില് തോന്നണ ഒരു കാര്യമുണ്ട്. പേടിയാ നമുക്ക് എല്ലാവർക്കും. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അതല്ലാന്നാണെങ്കിൽ ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ, ഇത് തെറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇനി എന്താ സംഭവിക്കുക, എനിക്ക് അതിന് വിചാരിച്ച നഷ്ടങ്ങൾ ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മളുടെ തലയിലുള്ള ഒരു ചിന്തയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ നല്ലത് ചെയ്യാനുള്ള കാര്യങ്ങൾ പോലും നമ്മൾ മറന്നുപോകും. ശരിക്കും നല്ലത് എന്താണെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയത് RCMൽ വന്നതിന് ശേഷമാണ്. അതിന് മുന്നേ ഉള്ള ലൈഫ് സ്റ്റൈലൊക്കെ ഭയങ്കര ചേഞ്ച് ആയിരുന്നു. ഒന്നിനെ പറ്റിയും അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. RCMലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഫസ്റ്റ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഹെൽത്ത് ആണ്. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ലാത്ത അവസരത്തിൽ നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന്റെ ഗുണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ എന്റെ ആ ഒരു ബേസ് സ്ട്രോങ് ആയി. ഞാൻ പഠിച്ചത് കൊമേഴ്സ് ആണ്. +2ന് കുഴപ്പമില്ല, തരക്കേടില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഡിഗ്രിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ തന്നെയാണ് പാസ്സായത്. PGക്കും അതുപോലെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ തന്നെയാണ് പാസ്സായത്. പക്ഷെ ഞാൻ കാര്യമായിട്ട് അങ്ങനെ ഭയങ്കര പഠിപ്പിച്ചിട്ടൊന്നുമല്ല. അത്യാവശ്യം എല്ലാ ആക്ടിവിറ്റീസിലും ഇങ്ങനെ ഓടി നടന്ന് പങ്കെടുക്കുന്നല്ലാതെ വലിയ പഠിപ്പിയൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് വലിയ കരിയർ പ്ലാൻ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈവൻ PG കഴിഞ്ഞ് കഴിഞ്ഞപ്പോ B.Edന് പോകണമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നല്ല. എനിക്ക് MBAക്ക് പോകാനായിരുന്നു ആഗ്രഹം. പക്ഷെ B.Ed അങ്ങനെ യാദൃശ്ചികമായിട്ട് B.Edലേക്ക് വന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ടീച്ചിങ് എന്റെ ഒരു പാഷൻ ആയിരുന്നു. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തുടങ്ങി ഞാൻ ട്യൂഷൻ എടുത്തോണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തുടങ്ങി ട്യൂഷൻ എടുക്കും. അത് PG കഴിയണ വരെ ഞാൻ ട്യൂഷൻ എടുത്തു. കാരണം PG കഴിഞ്ഞപ്പോഴാണ് എന്റെ കല്യാണം കഴിയണത്. അപ്പൊ ആ സമയം വരെ ട്യൂഷൻ എടുക്കുമായിരുന്നു. ടീച്ചിങ് എന്റെ ഉള്ളിലൊരു സ്പാർക്കായിരുന്നു, എനിക്കൊരു പാഷൻ ആയിരുന്നു. അത് ഞാൻ കല്യാണത്തിന് ശേഷമാണ് B.Edന് പോണത്. B.Ed എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും കോളേജിലേക്കാണ് ഞാൻ ഫസ്റ്റ് കയറുന്നത്, ജോയിൻ ചെയ്ത് കയറുന്നത്. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ കരുതിയത് എന്റെ ലോകം എന്ന് പറയുന്നത് ടീച്ചിങ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ വേറെ ഒന്നും ചിന്തിക്കണില്ല. കാരണം ഞാൻ ഫസ്റ്റ് കയറുന്നത് ക്യൂൻ മദേഴ്സ് കോളേജിലാണ്. ആലുവ ക്യൂൻ മദേഴ്സ് കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ നിസ്സാര വരുമാനത്തിലാണ് ജോലി ചെയ്തിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താ വെച്ചാല് BCom MCom സ്റ്റുഡൻസിനെയാണ് ഞാൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. BCom കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ BCom ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ 60 കുട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള 6 ക്ലാസ്സുകളാണ് BCom ഫസ്റ്റ് ഇയേഴ്സിനെ മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് ABCDEG. അപ്പോ ഇങ്ങനെയുള്ള ക്ലാസ്സുകളായിരുന്നു ഞാൻ എടുത്തോണ്ടിരുന്നത്. 6 ക്ലാസ്സുകള് 60 പിള്ളേരെ വെച്ചിട്ട് മിക്കവാറും ഈ ക്ലാസ്സുകളിൽ തന്നെ ആയിരിക്കും ഇങ്ങനെ റോൾ ചെയ്ത് വരുന്നത്. രാവിലെ പോയാൽ കഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ ഒച്ച ഉണ്ടാവില്ല, കീ എന്നുള്ള ഒച്ചയിലായിരിക്കും. എങ്കിലും എനിക്കത് ഇഷ്ടമായിരുന്നു. PG പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്, MCom കുട്ടികള്, അതുപോലെ MCom ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ. ഈവൻ എന്റെ സീനിയർ ആയിട്ട് ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന ചേച്ചിമാരെ പോലും എന്റെ സ്റ്റുഡന്റ് ആയിട്ട് എനിക്ക് ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിരുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ ഞാനൊരു ദിവസം ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പോ ഇതുപോലെ എന്റെ സീനിയർ ക്ലാസ്സിലിരിക്കുകയാണ്, MComന്റെ ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പൊ എന്നെ ഈ കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ബാക്കി എല്ലാവരും എന്നെ വിഷ് ചെയ്തപ്പോ ഇത് ഈ കുട്ടി, അതായത് എന്റെ സീനിയർ ചേച്ചി എന്നെ ഇങ്ങനെ നോക്കാണ്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ചോദിച്ചു, രമ്യ? ഞാൻ പറഞ്ഞ അതെ ഞാൻ തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്താ ഇവിടെ? ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഇവിടെ വർക്ക് ചെയ്യണ ടീച്ചറായിട്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ആൾക്ക് എന്നെ മിസ്സേന്ന് വിളിക്കാനായിട്ടൊരു മടി. കാരണം എന്താണ്, എന്റെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന ചേച്ചിയാണ്. ആള് ഇപ്പോ എന്റെ സ്റ്റുഡന്റ് ആയിട്ട് എന്റെ ക്ലാസ്സിൽ തന്നെ വന്നിരിക്കുകയാണ്. അപ്പൊ മിസ്സേന്ന് വിളിക്കാനുള്ള ഒരു മടി കാരണം എന്റെ മുഖത്തേക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോ പോലും നോക്കില്ലായിരുന്നു. പക്ഷെ ഞാനതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, അത് എന്റെ കുഴപ്പം കൊണ്ടല്ല. അവര് കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ ആ സമയത്ത് പഠിക്കാൻ പറ്റുന്നത് ഞാൻ പഠിച്ചു, അങ്ങോട്ട് കയറി. അപ്പോൾ ടീച്ചിങ് എൻജോയ് ചെയ്തുകൊണ്ട് പോവായിരുന്നു. അതിനുശേഷം വേറെ പല കോളേജുകളിലും വർക്ക് ചെയ്തു. അവസാനം ഒരു സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് റിസൈൻ ചെയ്തിട്ട് പോരുന്നത്. അപ്പോൾ ഇതിനിടയിലൊക്കെ ടീച്ചിങ് ഒരു ഇഷ്ടപ്പെട്ട ഒരു ജോലി ആയതുകൊണ്ട് RCMലേക്ക് ബിസിനസ്സിലേക്ക് ഞാൻ തിരിയാനായിട്ട് തയ്യാറായിരുന്നില്ല. കാരണം എന്റെ കരിയർ എപ്പോഴും ഞാനത് അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് പേടിയായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ തോറ്റു പോകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പേടിയാണ്. എനിക്ക് പേടിയായിരുന്നു, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, എന്റെ ജോലി ഞാൻ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ലൈഫിൽ ഒരിക്കലും ടീച്ചർ ആയി കഴിഞ്ഞാൽ ലൈഫ് ടൈം നമ്മൾ ടീച്ചർ എന്ന് തന്നെ പറയുമെങ്കിലും ആ പൊസിഷനിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് എവിടെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന സ്കൂളിൽ അല്ലെങ്കിൽ ഇന്ന കോളേജിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയണതിൽ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു.
ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് തീരുമാനിക്കും, എന്ത് വിചാരിക്കും എന്നുള്ളത് പേടി ഉള്ളത് കൊണ്ടാണ് എന്റെ അത്ര ഇയേഴ്സ്, എത്ര വർഷം ഞാൻ നഷ്ടപ്പെടുത്തിയത്. 2013 ജോയിൻ ചെയ്തു, 2013 ജോയിൻ ചെയ്തു, 2016 ആയപ്പോഴത്തേക്കും ശരിക്കും ഹെൽത്ത് ഇഷ്യൂസ് കൂടി കഴിഞ്ഞ് എനിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടൊക്കെ ചെയ്ത് ആകെ എന്റെ ഹെൽത്ത് ഒക്കെ ബാഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ശരിക്കും RCMലെ ന്യൂട്രിചാർജ് വുമണും അതുപോലെ റൈസ് ബ്രാൻ ഓയിലും യൂസ് ചെയ്ത് തൈറോയ്ഡ് ഒക്കെ നോർമലായി. അത് മനസ്സിലേക്ക്, അത് ശരിക്കും അതിന്റെ ആ ഒരു നന്മ മനസ്സിലാക്കി വന്നെങ്കിലും വീണ്ടും തടസ്സം ഉണ്ടായിരുന്നു. ആ ഒരു പേടി എനിക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഞാൻ എന്റെ വർക്കൊക്കെ വീണ്ടും പതുക്കെ പതുക്കെ സ്ലോ ആയിട്ട് അച്ഛൻ സപ്പോർട്ട് ചെയ്യണത് കൊണ്ട് മാത്രം RCMലേക്ക് ഇങ്ങനെ കടന്നു വന്നു. ഈവൻ എനിക്ക് ഇതുപോലെ വേദികളെല്ലാം പതുക്കെ കിട്ടി തുടങ്ങി. ആദ്യമൊക്കെ പേടിയായിരുന്നു. ഡോക്ടർ രാജൻ സാറ് തന്ന ഫസ്റ്റ് വേദിയിലാണ് ഞാൻ മൈക്ക് എടുത്ത് മറ്റുള്ളവരെ മുന്നിൽ നോക്കിയിട്ട് 4 വാക്ക് സംസാരിച്ചു തുടങ്ങിയത്. അതിനു മുന്നേ എനിക്ക് അതൊക്കെ ഒരു ഇതായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും അതങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാനത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചോണ്ടിരുന്നു. നമ്മളുടെ കഴിവുകളൊക്കെ ഉള്ളിൽ ഇങ്ങനെ അടക്കി ഒതുക്കി വെച്ചു. പേടിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാവും എന്താവും എന്നുള്ള ഒരു ഇത്. കാരണം നമ്മൾ വിചാരിക്കണ പോലെ ലൈഫ് എല്ലാവരും മുന്നോട്ടൊന്നും പോവില്ല. ലൈഫിൽ എന്തൊക്കെയാണ് വന്ന് പെടണേന്നുള്ളത് നമുക്ക് ആലോചിക്കാനായിട്ട് പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഒരു ജോലി നമ്മൾ കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജോലി വിട്ട് കളയാൻ തയ്യാറായില്ല. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. അവസാനം ഒരൊറ്റ തീരുമാനം എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. കാരണം എന്റെ ലൈഫില് ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എനിക്ക് ഹെൽത്ത് കിട്ടിയത്. ആ ഹെൽത്ത് കിട്ടിയത് RCM കൊണ്ടാണ്. അതിൽ നിന്ന് എനിക്ക് നന്മ കിട്ടുന്നുണ്ടെന്ന് കോവിഡിന്റെ സമയം വന്നപ്പോൾ മനസ്സിലായി. ആ സമയത്താണ് ഞാൻ തീരുമാനിച്ചത് എന്റെ ലൈഫില് ഇനി വേറൊരു മാർഗം എനിക്കില്ല. ഞാൻ ചെയ്യുന്ന ജോലിയേക്കാൾ കൂടുതൽ ഞാൻ ഇവിടെ, അതായത് ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഞാൻ എന്തുമാത്രം എഫേർട്ട് ഇടുന്നുണ്ടോ അതിന്റെ പകുതിയുടെ പകുതി എഫേർട്ട് ഞാൻ ഇവിടെ സിൻസിയർ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര പൊസിഷനിൽ എനിക്ക് എത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിച്ചു തുടങ്ങി. 2021, അതായത് ഈ വർഷം ഏപ്രിൽ 15 എന്റെ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ എന്റെ സ്കൂളിൽ കൊടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് വന്നു. അതാ ഞാൻ പറഞ്ഞ പേടി എന്ന് പറയുന്ന സാധനം, നമ്മൾ വിജയിക്കണം എന്നാണെങ്കിൽ ഫസ്റ്റ് മാറ്റിക്കളയേണ്ട ഒരു സാധനം പേടിയാണ്. ഫിയർ, നമ്മളുടെ പേടി. ആ പേടി നമ്മൾ അങ്ങ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ആ പേടി നമ്മൾ മാറ്റുക. പേടി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വരാൻ പോണ അടുത്തൊരു കാര്യമാണ് നമ്മളുടെ എന്താ പറയാ, പേടി മാറി എങ്കിലും നമ്മൾക്ക് എന്താ പറയാ മുന്നോട്ട് പോകണം എന്നാണെങ്കിൽ നമ്മൾ ചിന്തിക്കും. എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, എസ്പെഷ്യലി ലേഡീസിന് കുറച്ച് ചിന്ത കൂടുതലാണ് ജെന്റ്സിനേക്കാളും. ഇനി എന്താവും ഇങ്ങനെയുള്ള ചിന്തകൾ കൂടുതൽ വരുന്ന വ്യക്തികളാണ് നമ്മൾ ലേഡീസ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ തളർന്നു പോകും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമോഷൻസ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുക. അതായത് നമ്മളുടെ ആ ഒരു മെന്റൽ പവർ നമ്മൾ കൂട്ടാനായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യുക. നമ്മളുടെ മൈൻഡ് നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞപ്പോ എന്റെ അച്ഛമ്മ ചോദിച്ചത്, കൊച്ചി നിനക്ക് വേറെ പണിയില്ല എന്നാ എന്റെ അടുത്ത് എന്റെ അച്ഛമ്മ ചോദിച്ചത്. വേഷം കിട്ടണം, അച്ഛമ്മ അങ്ങനെ പറയുള്ളൂ, വേഷം കിട്ടണം, ജോലി കളഞ്ഞോണ്ട് ഇറങ്ങിക്കാണ്. ആ ടീച്ചർ എന്ന് പറയണത് ഒരു വിലയല്ലേ. അച്ഛമ്മയ്ക്ക് അത് പറയണത് ഭയങ്കര ഇഷ്ടമായിരുന്നു, പേരക്കുട്ടി ടീച്ചറാണെന്ന് പറയണത്. പക്ഷെ നമുക്ക് പറയല് മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്, ഈ എഞ്ചിൻ അത്ര നാൾ ഓടില്ല എന്നുള്ളത് നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മൾ അതിന്ന് റിസൈൻ ചെയ്ത് വന്നു. എന്നെ വഴക്ക് പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട്, പക്ഷെ ഞാനതൊന്നും, എന്നെ കളിയാക്കിയ ആളുകളുണ്ട്, ഒന്നും കാര്യമാക്കിയില്ല. ഞാൻ എടുത്തതൊരു സ്ട്രോങ് തീരുമാനമായിരുന്നു. എന്റെ ഇമോഷന്റെ അമ്മ, അതായത് ഹസ്ബൻഡിന്റെ അമ്മ ഇരുന്ന് കരഞ്ഞു ഞാൻ ജോലി റിസൈൻ ചെയ്തെന്ന് പറഞ്ഞപ്പോ. കാരണം അവർക്കൊന്നും അത് മനസ്സിലായിട്ടില്ല എന്താണ് RCM എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ഇമോഷൻസിനെ ഞാൻ അവിടെ തടയിട്ടു. കാരണം നമുക്ക് ചില സമയത്ത് നമ്മൾക്ക് കരയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഇമോഷൻ കാണിക്കാൻ നമ്മൾ കരയുക. അതല്ലാതെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട സമയങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ എടുത്ത തീരുമാനത്തിൽ 100% പിന്തുണയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. നമ്മൾ അതിനെ ആ എടുത്ത തീരുമാനം സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. അപ്പൊ നമ്മളുടെ ഇമോഷൻസ് എന്താണോ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ നിർത്തുക. നമ്മുടെ മൈൻഡ് സെറ്റ് അതിലേക്ക് തന്നെ കൊണ്ടുവരാൻ നോക്കുക. ഇത് ഞാൻ ചെയ്ത ഒരു കാര്യം, അതുകൊണ്ട് ഞാൻ ഇത്ര ധൈര്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ പറയണേ. കാരണം ഞാൻ അത് കറക്റ്റ് ടൈമിൽ ഞാൻ അതിനെ
ഇത് ചെയ്തു. അതായത് എന്റെ മൈൻഡ് സെറ്റ് ഞാൻ കറക്റ്റ് ടൈമിലാണ് സ്ക്രൂ ചെയ്തത്. അതിനു മുന്നേ എനിക്ക് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഇത്ര വർഷം പോയിന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് ഈശ്വരനായിട്ട് തന്ന ഒരു സമയം ആയിരുന്നില്ല. എനിക്ക് എന്റെ സമയം ഇപ്പോഴാണ് ആയത്. ഇത് ഞാനിപ്പോ മനസ്സിലാക്കിയില്ലെന്നാണെങ്കിൽ പിന്നെ ഞാനിപ്പോ മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് എന്റെ മൈൻഡ് സെറ്റ് എനിക്ക് ഇതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് പോലും എന്റെ വീട്ടിൽ എന്റെ റിലേറ്റീവ്സ് വന്നു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ചോദിച്ചു, രമ്യ ഇനി ടീച്ചിങ്ങിലേക്ക് പോകുന്നില്ല? ഞാൻ പറഞ്ഞില്ല, ഞാൻ പോണില്ല. ഞാൻ RCMൽ തന്നെയാണ് നിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ അതിന് ഇനി വേറെ അങ്ങോട്ട് മുന്നോട്ട് ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. വന്ന ആളുകളൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. ഒരാൾ ബാങ്കിൽ നല്ല ഒരു ഉദ്യോഗസ്ഥയാണ്, പ്രൊബേഷണറി ഓഫീസറായിട്ട് കയറിയ ആളാണ്. അടുത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിടെക്നിക്കൽ ലെക്ചറായിട്ട് ഉള്ള ആളാണ്, ഗസറ്റഡ് ഓഫീസറാണ്. ഒരു രണ്ടുപേരും എന്റെ അടുത്ത് ചോദിച്ചാൽ ഇനി എന്താ പറയാ ജോലി ചെയ്യണില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇനി ഫുൾ ടൈം RCMലാണ്. കാരണം ഇപ്പോഴും എല്ലാവരും കാണാൻ പോണേ ഒരു 5 വർഷം കഴിയുമ്പോൾ എന്ത് ലെവലായിരിക്കും നമ്മൾ എന്നുള്ളത് കണ്ട് അവരൊക്കെ നമ്മളെ നോക്കി നിൽക്കണ ഒരു സാഹചര്യം വരും. അത് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് തന്നെ എന്റെ ആ ഈ ഒരു ഇമോഷനെ ഞാൻ ഇതിലേക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തു വന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മൈൻഡ് എപ്പോഴാണോ തിരിഞ്ഞു പോണത് ആ ഒരു സമയത്ത് നമ്മൾ നമ്മളുടെ ആ ഒരു ഗോൾ എന്താണെന്നുള്ളത് ഊട്ടി ഉറപ്പിച്ചു വെക്കുക. നമ്മളെല്ലാം ചെയ്യേണ്ട ഒരു കാര്യമാണിട്ടത്. കാരണം നമ്മളുടെ ഗോൾ എന്താണെന്നുള്ള ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. എങ്ങനെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകണം. പക്ഷെ ഇവിടെ RCMലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ടീച്ചിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പഠിപ്പിച്ചിരുന്ന വലിയ കുട്ടികളെയാണ്. അപ്പൊ +1 +2 ആണ് ലാസ്റ്റ് പഠിപ്പിച്ചിരുന്നത്. ആ +1 +2 കുട്ടികളെ പഠിപ്പിക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നെക്സ്റ്റ് അടുത്ത ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു എയിംഫുൾ ആയിട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ അവിടെ പോലും നമുക്ക് അവരെ ഗ്യാരണ്ടി ആയിട്ട് സക്സസ്ഫുൾ ആക്കാൻ പറ്റണില്ല. എത്ര കുട്ടികളാണ് പഠിച്ച് ജോലി മേടിക്കണം എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യണത് കമ്മിറ്റ്മെന്റ് ആണ്. അതുപോലെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് RCMൽ. അവിടെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്തത് RCMലാണ്. അപ്പൊ എന്റെ സാറ്റിസ്ഫാക്ഷൻ ടീച്ചിങ്ങിൽ കുറഞ്ഞു വരുന്നു എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനും ബാക്കിയുള്ള കുട്ടികളുടെ കൂടി ലൈഫ് സ്പോയിൽ ചെയ്യണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇവിടെ ഒത്തിരി ആളുകളെ രക്ഷിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ട്. എന്റെ കൂടെ വരുന്ന ആളുകളെ കൂടി സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് മുന്നേറും എന്നുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്ന് പതുക്കെ എന്റെ ജോലി റിസൈൻ ചെയ്ത് വന്നു. അങ്ങനെ ഞാൻ വന്നു, എന്റെ ഒരു ഗോള് സെറ്റ് ചെയ്തു. ഞാൻ എന്റെ ഗോളുകൾ ഞാൻ എഴുതി വെച്ചു. ഗിരീഷ് സാറ്, സ്റ്റാർ എമറാൾഡ് ഗിരീഷ് സാറ് പറയണ പോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളുടെ ഷോർട്ട് ടേം ഗോൾസ് നിങ്ങൾക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്തെത്തും. ഞാൻ തീരുമാനിച്ചിരുന്ന കാര്യമാണ് സെപ്റ്റംബർ മാസത്തിൽ ഞാനൊരു പേൾ ലെവലിലേക്ക് അച്ചീവ് ചെയ്യുന്നുള്ളത്. കാരണം അതിനു മുന്നേ ഞാൻ ടെക്നിക്കലിലേക്ക് ലെവൽ എത്താൻ വേണ്ടിയിട്ട് 5 ലക്ഷം വോളി ഇതിനു മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഒരിക്കലും എന്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കരുതിയിട്ടില്ല. ഞാൻ എന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് എന്റെ വർക്ക് കൊണ്ടുവരുന്നു. ഞാൻ ഫുൾ ടൈമർ ആയിട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഫോക്കസ് ചെയ്തതിന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വർക്കില്ല. കൺസിസ്റ്റൻസി ഫോളോ ചെയ്തുകൊണ്ട് തന്നെ 3 മാസം റെഗുലർ ആയിട്ട് ഞാൻ, അതായത് ഇപ്പൊ സെപ്റ്റംബറിലാണ് ഞാൻ പേളിലേക്ക് വരുന്നത്, ടെക്നിക്കൽ പേളിലേക്ക് വരുന്നത്. അതിനു മുന്നേ ഓഗസ്റ്റ്, അതുപോലെ തന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ 3 മാസങ്ങളിൽ ഞാൻ എന്റെ സ്റ്റാർ പ്ലാറ്റിനം മെയിൻറ്റെയിൻ ചെയ്തു. അത് മെയിൻറ്റെയിൻ ചെയ്താണ് ഞാൻ സെപ്റ്റംബറിലേക്ക് വരുന്നത്. അതിന് കാരണം ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയാം, ഞാനൊരു വീരാംഗന ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. വീരാംഗന ക്ലബും കൂടെ എനിക്ക് 100% അതിന് സപ്പോർട്ട് ചെയ്ത ഒരു കാര്യം കൂടിയാണ്. കാരണം വേറൊന്നുമല്ല, സെയില് ഫോക്കസ് ചെയ്യാൻ മടിയായിരുന്നു, പേടിയായിരുന്നു. എടുത്ത സാധനങ്ങള് ഇപ്പോ എന്റെയൊക്കെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് 10 രൂപ ഒരാളുടെ, അതായത് നമ്മൾ 10 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കണം എന്നാണെങ്കിൽ 12 രൂപ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ആ പ്രൊഡക്റ്റ് കൊടുക്കും, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു നേച്ചർ ഉണ്ട്. അതായത് പൈസ കൊടുത്തത് മേടിക്കണത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോ എനിക്ക് സെയില് ഭയങ്കര മടിയായിരുന്നു. സെയില് ഫോക്കസ് ചെയ്യാനായിട്ട് പേടിയായിരുന്നു. കാരണം എനിക്ക് നഷ്ടം വരും എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ സെയില് ഫോക്കസ് ചെയ്തില്ല. പക്ഷെ വീരാംഗന ക്ലബിലേക്ക് വരാൻ വേണ്ടി വിജിനി മാം എന്നെ ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ഞാനിത് പല ക്ലാസ്സുകളിലും പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നത്, ഒരു വീരാംഗനയിലേക്ക് വന്നത്. ട്രൈ ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ എന്താ പറയാ, നമ്മളുടെ പേടി മാറ്റാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പേടി മാറ്റാൻ തീരുമാനിച്ചു. ഫസ്റ്റ് എടുത്ത ഒരു തീരുമാനം ഒരു 50,000 BV, 10,000 BV എന്ന് ആലോചിച്ച് നോക്കുക. 1000, 2000, 5000, 10,000 BV ആണ് ഏറ്റവും അധികം, അതായത് ഏറ്റവും എന്റെ മാക്സിമം ലിമിറ്റ് ഞാൻ ഈ വീരാംഗനയിലേക്ക് വരുന്നതിന് മുന്നേ ചെയ്തിരിക്കുന്നത്.
ഇവിടെ എന്താവും എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ 10,000 PV ഞാൻ കഷ്ടിപുഷ്ടി ചെയ്തുകൊണ്ട് ഞാൻ അതിൽ കയറിപ്പറ്റി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇതിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെ വീരാങ്കനയിലേക്ക് വന്നു. ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ 50,000 PV ചെയ്യാനായിട്ട് ഒരു ഡിസിഷൻ എടുത്തു. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ടാർഗറ്റ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സാധനം പോലും സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. അപ്പൊ 50,000 PV എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ടാർഗറ്റാ. അപ്പൊ ഞാൻ ആ 50,000 PV ചെയ്യാനായിട്ട് തീരുമാനം എടുത്തു. ഞാൻ 50,000-ന് മേലെ ക്രോസ് ചെയ്ത് 54,000 PV ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്കത് നേടാൻ പറ്റും എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ ഗോള് എപ്പോഴും സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ ഷോർട്ട് ടേം ഗോൾസ്. ഒരേ ദിവസവും നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണം. ഇതിനു മുന്നേ മെർലി ബിജി എന്ന് പറഞ്ഞ മാഡത്തിന്റെ ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും മാഡം ഇങ്ങനെ ക്ലാസ് പറയുന്ന സമയത്ത് നമ്മളുടെ സമയം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഒരു ഗോള് സെറ്റ് ചെയ്ത് ചെയ്യുക. ഷോർട്ട് ടൈം കോൾ ആയിക്കോട്ടെ. ഇന്ന് ഞാനൊരു 5 പേരെ കോൾ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ 5 പേരെ വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കുന്നതിന്റെ ഒപ്പം നമ്മൾക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊമോഷനുള്ള കാര്യങ്ങൾ പറയാം. അത് നമ്മളുടെ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ അതിന് മുന്നേ അത് സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മളുടെ ഗോൾ എന്താണോ അത് നമ്മൾ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിനെ റിവ്യൂ ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം. ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയണേ. നമ്മൾ അതിനെ റിവ്യൂ ചെയ്യുക. ഞാൻ ചെയ്തോ, ഇത് എനിക്ക് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കണം, ഇത് ഞാൻ ചെയ്തത് ഇനി എന്തെങ്കിലും പോരായ്മ ഉണ്ടോ, ഇനി എനിക്ക് അടുത്തത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ, അതായത് നമ്മളുടെ ഗോള് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ സെറ്റ് ചെയ്ത ഗോളിനെ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ ഡിസ്ട്രാക്ഷൻ നമ്മളുടെ ഇടയിൽ വരും. മനുഷ്യരാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട വരും, പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻ വരും. ആ സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു സൂത്രപ്പണിയാണ് വെറുതെ പാട്ടൊക്കെ വെച്ച് അങ്ങ് ഡാൻസ് ചെയ്യുക. അല്ലെങ്കിൽ പാട്ട് പാടും, ചുമ്മാ അങ്ങ് പാട്ട് പാടും, എന്നിട്ട് വെറുതെ അങ്ങ് ഡാൻസ് ചെയ്യുക. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെന്റലി നമ്മളൊരു എക്സസൈസ് ചെയ്യണ ഒരു രീതിയിലേക്ക് തന്നെ കൺവേർട്ട് ആവും. അപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സ്ട്രെസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു സെൽഫ് എസ്റ്റീം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഉറക്കം, അല്ലെ, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉറക്കം നല്ലപോലെ വരും. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഡിപ്രഷൻ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ ഗോളുകൾ നമ്മൾ അച്ചീവ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മുടെ മെന്റലി നമ്മൾ പ്രിപ്പയർ ആവണം. അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ ചെറിയ പാട്ടുകളൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ദേഷ്യം വരുന്ന സമയത്തും നമ്മൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മൾ വെള്ളം കുടിക്കാൻ മടിയുള്ള ആളുകളല്ലേ, ദേഷ്യം വരുമ്പോൾ 2 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക, നമുക്ക് അത്രയും ആരോഗ്യം കൂടി നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. നമ്മളുടെ ഡിപ്രഷനൊക്കെ കുറയാനായിട്ടൊക്കെ നല്ലതാണ്. നമ്മൾ വേറെ ഒരു കാര്യത്തിനെ പറ്റി ആലോചിക്കേണ്ട, വേണമെങ്കിൽ പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാം. ഇങ്ങനെ ടൈം പീരീഡ് നോക്കിയിട്ട് വാച്ചിലേക്ക് നോക്കി ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത്ര ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഇത്ര കുപ്പി വെള്ളം നമുക്ക് ഫിനിഷ് ചെയ്യാന്നുള്ളത് അളന്ന് വെച്ച് നമുക്ക് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, നമ്മൾ അതിനെ ഇങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ പുതിയതായിട്ടുള്ള ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ അതിനെ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ പോരായ്മകളാണ് ഉണ്ടായിരുന്നത് അതിനൊക്കെ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റിവ്യൂ ചെയ്യുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തതായിട്ട് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എപ്പോഴും തയ്യാറാവുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ ശരിക്കും എന്റെ ഈ മനസ്സില് ഒരു സന്തോഷം എന്ന് പറയണത് ഞാൻ ഇപ്പോ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കാരണം എന്റെ സന്തോഷം എന്ന് പറയണത് എനിക്ക് മാത്രം ഉള്ളതാ. അപ്പൊ എന്റെ സന്തോഷം ഞാൻ എന്നിൽ തന്നെ ആഘോഷിച്ചു കഴിയുമ്പോൾ എന്റെ ആ ഒരു സന്തോഷം കണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും ഒരു സന്തോഷം കൊടുക്കാനായിട്ട് കൂടെ നമുക്ക് സാധിക്കണില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാ. കരയണ മുഖങ്ങളെ ഒന്നും ആർക്കും ഇഷ്ടമല്ല. നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുക. അപ്പം എനിക്ക് എന്നിൽ കണ്ടിരിക്കുന്ന ഒരു പ്ലസ് പോയിന്റ്, ഞാൻ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് എനിക്ക് ചിരിക്കാൻ അറിയാം നല്ലപോലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിരിക്കും. പൊട്ടിച്ചിരിക്കേണ്ട സമയത്താണെങ്കിൽ പൊട്ടിച്ചിരിക്കും. ഡോക്ടർ രാജൻ സാറ് പറയണ പോലെ ചിരിക്കണ നല്ലതാ, പക്ഷെ വെറുതെ റൂട്ടിൽ കൂടെ പോണ സമയത്തൊന്നും ചിരിക്കലല്ല. അങ്ങനെ ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കല്ലെറിയും, അത് വേണ്ട. അതല്ലാതെ നമ്മൾ ചിരിക്കാൻ കിട്ടുന്ന സമയങ്ങളിൽ ചിരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക. നമ്മൾക്ക് എന്താണോ സന്തോഷം തോന്നുന്നത്, നമുക്ക് വിഷമം വരുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് എന്താണോ സന്തോഷം തോന്നണ ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതലും നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഞാൻ ശരിക്കും വീരാങ്കന ക്ലബിലേക്ക് വന്നതിന് ശേഷമാണ്
നല്ല രീതിയിൽ എനിക്ക് ഒരു ഹാപ്പിനെസ് വന്നു തുടങ്ങിയത്. കാരണം ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് മുന്നിട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ആളുകളെ കൂടി അവരുടെ കൂടെ അച്ചീവ്മെന്റുകൾ കാണുമ്പോൾ, എസ്പെഷ്യലി പല ഏരിയയിലുള്ള പല ആളുകളാണ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്, നമ്മളുടെ കൂടെ കൂടണതും ഒക്കെ. അപ്പോൾ അവരും ഇതുപോലെ ഓരോ ലെവലിലേക്ക് അച്ചീവ് ചെയ്യുമ്പോൾ, പുതിയ പുതിയ പിൻ ലെവൽസ് കിട്ടുമ്പോൾ, ഇതൊക്കെ ശരിക്കും നമ്മൾക്ക് നേടാനായിട്ട്, നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വീരാംഗന ക്ലബിലേക്ക് വന്നതിന് ശേഷമാണ്. ശരിക്കും നമ്മൾക്ക് മനസ്സിന് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ പേൾ അച്ചീവ്മെന്റ് കുറച്ചും കൂടി എളുപ്പമാക്കി തന്നത് വീരാംഗന ക്ലബ്ബാണ്. കാരണം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് മടിയായിരുന്നു എനിക്ക്. ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങിയത് വീരാംഗന ക്ലബിലേക്ക് വന്നതിന് ശേഷം. പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് ഇത്ര വോളിയം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മളുടെ ഗോൾ എന്താണോ നമുക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ ചെറിയ ഷോർട്ട് ടേം ഗോൾ ആയിരിക്കും, അത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മളുടെ ലോങ് ടേം ഗോളിലേക്കുള്ള വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് അത് മാറും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് എന്റെ കാര്യം. കാരണം ഞാൻ ഇതിനു മുന്നേ ബിസിനസ് അധികം ചെയ്യാത്ത ഒരു വ്യക്തി, എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റും. കാരണം ഒരുപാട് ഡ്രോബാക്സ്, ഒരുപാട് ലിമിറ്റേഷൻസ് എന്റെ ലൈഫിലുണ്ട്, എങ്കിലും അതൊന്നും ഞാൻ നോക്കാറില്ല. അത് ലിമിറ്റേഷൻസ് അല്ല, ശരിക്കും എന്റെ പ്ലസ് പോയിന്റ്. നിങ്ങൾ കാണാറുണ്ട് എന്റെ ഒക്കത്ത് മിക്കവാറും ഒരു കുഞ്ഞുണ്ടാവും. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്ന എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്കിതൊന്നും നടക്കില്ല എന്ന് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയാറുണ്ട് എന്റെ ട്രേഡ് മാർക്കാണ് എന്റെ കുഞ്ഞ്, ഒക്കത്തിരിക്കണ കുഞ്ഞ്. ഇളയ മോനെ മിക്കവാറും എന്റെ ഒക്കത്തുണ്ടാവും, ഞാൻ അവനെ വെച്ചിട്ടാണ് ബിസിനസ് ചെയ്യാൻ പോവാറ്. അതെന്റെ ട്രേഡ് മാർക്കാണെന്ന് ഞാൻ പറയാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അത് ഞാനിപ്പോ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറെ തിരിച്ചറിവുകൾ ഉണ്ടാവുന്ന സമയം എന്ന് പറയണത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും എന്റെ ലൈഫില് വലിയ ടേണിംഗ് പോയിന്റ്, ഞാൻ എന്നിലെ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയത്, അതുപോലെ എനിക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനായിട്ട് തുടങ്ങിയതൊക്കെ ഞാൻ ന്യൂട്രിചാർജിന്റെ വീരാംഗന ക്ലബിലേക്ക് വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് വീരാംഗന രമ്യ രതീഷ് എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് നല്ല അഭിമാനമുണ്ട്. ഇവിടുന്ന് ബോംബെയിൽ പോകാനുള്ള ഭാഗ്യം, അതൊക്കെ ഞങ്ങൾ ഇതിനു മുന്നേ ഒരു സെഷനിൽ പറഞ്ഞിരുന്നതാണ്. അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്തു. ലൈഫിൽ കിട്ടാത്ത ഒരു സന്തോഷം ന്യൂട്രിചാർജ് ഞങ്ങൾക്ക് തന്നു. ന്യൂട്രിചാർജിന്റെ വീരാംഗന ക്ലബ്ബ്, മനീഷമ്മ, മിലിൻ സാറൊക്കെ ശരിക്കും അതിൽ ഞങ്ങളുടെ കൂടെ നിന്ന വ്യക്തികളാണ്. അവരൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ട മൊമെന്റ്സ് എന്താണോ നമ്മൾ അത് എൻജോയ് ചെയ്യുക. ഒരിക്കലും റിസ്ക് എടുക്കാതെ നമുക്കൊരു റിവാർഡ് കിട്ടില്ല. റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവണം. റിസ്ക് എടുത്താലേ നമുക്ക് റിവാർഡ് ഉണ്ടാവുള്ളൂ. ഞാൻ ഇതിനു മുന്നേ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വലിയ നേട്ടങ്ങളൊന്നും നേടാനായിട്ട് സാധിച്ചില്ല. ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായി തുടങ്ങിയത് എപ്പോഴാണ്? ഒന്ന് വീരാംഗന ക്ലബിലേക്ക് വരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഞാൻ 10,000 വോളിയം ചെയ്തു. അതും പക്ഷെ എന്റെ സെൽഫിൽ ഞാൻ എന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചത്, അതല്ലാതെ പുറത്തേക്ക് ഒരാൾക്ക് കൊടുക്കാൻ ഞാൻ വന്നില്ല. അതേസമയം ഞാൻ എന്ത് ചെയ്തു? റിസ്ക് എടുക്കാൻ തയ്യാറായി. 50,000 വോളിയം ചെയ്ത് നോക്കാൻ ഞാൻ ഷോർട്ട് ടേം ഗോൾ സെറ്റ് ചെയ്ത് ഞാനൊന്ന് നോക്കി, അതെനിക്ക് പറ്റി. അപ്പോ ആ ഒരു റിസ്ക് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ അതൊരു റിവാർഡായിട്ട് മാറി. അതുകൊണ്ട് എനിക്ക് ബോംബെയിൽ പോകാനായിട്ട് പറ്റി. ബോംബെയിൽ പോകാനുള്ള ക്രൈറ്റീരിയ അതൊന്നും ആയിരുന്നില്ല, പക്ഷെ ആ ഒരു കിരീടം കിട്ടാൻ, ആ ഒരു TRA കിട്ടാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ 50,000 വോളിയത്തിന് മേലേക്ക് ചെയ്തിരിക്കുന്ന ആളുകൾക്കായിരുന്നു. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്തതല്ല, പക്ഷെ ദൈവമായിട്ട് ആ സമയത്ത് നമ്മൾ റിസ്ക് എടുത്തതിന് നമുക്കൊരു റിവാർഡ് തന്നു. നമ്മൾ എന്ത് ചെയ്താലും ഇതൊക്കെ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ നന്മ ചെയ്താൽ നമ്മൾക്ക് നന്മയായിട്ട് തന്നെ തിരിച്ചു വരും. നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതിനൊക്കെ യു വിൽ ഗെറ്റ് ബെനിഫിറ്റ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനൊരു നേട്ടം ഉണ്ടാവും. അത് ഈശ്വരന്റെ കണക്ക് പുസ്തകത്തിൽ നോട്ട് ചെയ്യേണ്ടത്. അതിപ്പോ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അത് വേറെ ഏതെങ്കിലും സമയത്ത്, കറക്റ്റ് സമയത്തായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് വരിക. അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുക. നോക്കൂ, 50,000 വോളിയം ചെയ്ത് ഞാൻ പിറ്റേ മാസം 60,000 വോളിയം ചെയ്തു. ആദ്യം 50,000 വോളിയത്തിന്റെ ആ ഒരു റിസ്ക് എടുത്തോണ്ടല്ലേ അടുത്ത മാസം എനിക്ക് 60,000 വോളിയം ചെയ്യാൻ പറ്റിയ. ആ 60,000 വോളിയം ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ വരുമാനം കൂടിയില്ലേ? ഞാൻ അടുത്ത ലെവലിലേക്ക്, അതായത് 3 മാസം എനിക്ക് എന്റെ റോയൽറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, സ്റ്റാർ പ്ലാറ്റിനം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എനിക്ക് സെപ്റ്റംബറിൽ അടുത്ത ലെവലിലേക്ക് കയറാൻ പറ്റി. പേൾ ലെവലിലേക്ക് കയറാൻ പറ്റി. ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. എന്റെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് എത്ര വർഷം കഴിഞ്ഞാലാണ് ഒരു 50,000 രൂപയുടെ മേലേക്ക് വരുമാനം മേടിക്കാൻ പറ്റുക? മിക്കവാറും ഞാനൊക്കെ പെട്ടിയിലായിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് കിട്ടില്ല. എത്ര വർഷം ഞാൻ ജോലി ചെയ്താലും കിട്ടില്ല എനിക്ക് ഈ ഒരു വരുമാനം. അത് ഞാനിപ്പോ CBSE സ്കൂളിലായതുകൊണ്ടാ പറഞ്ഞേ. ഇനി അതല്ല, ഞാനൊരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, ഞാനൊരു കോളേജിലേക്ക് ലെക്ചറായിട്ട് കയറുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് 4-5 ലക്ഷം രൂപ കിട്ടും. എത്ര വർഷം കഴിഞ്ഞിട്ട്? റിട്ടയർമെന്റിന്റെ ടൈമിൽ. ആ സമയത്തൊക്കെ ആ പൈസ കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ? നമ്മളുടെ ലൈഫ് ഇപ്പോഴല്ലേ, നമ്മൾ ഈ സമയത്തല്ലേ എൻജോയ് ചെയ്യേണ്ടത്.
അപ്പൊ നമ്മൾക്ക് കിട്ടേണ്ട സമയത്ത് എന്താണോ വേണ്ടത് അത് നേടിത്തരാൻ പറ്റണ വലിയ പ്രസ്ഥാനമാണ് RCM. അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കണ എന്റെ ന്യൂട്രിചാർജിന്റെ വീരാംഗന ക്ലബ്ബാണ്. അതിന് എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ വീരാംഗനമാരും ഇതിനോടകം തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം വലിയ വലിയ നേട്ടങ്ങളാണ് അവരെ തേടിയിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ഡ്രീംസ് അല്ല നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, വലിയ വലിയ സ്വപ്നങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുക. ഒരു റിസ്ക് എടുക്കാതെ ഒന്നും നമുക്ക് നേടാനായിട്ട് പറ്റില്ല. നമ്മളുടെ സഫേർ മൂർത്തി സാറിനോട് ചോദിച്ചാൽ അറിയാം എത്ര റിസ്ക് സാർ എടുത്തിട്ടുണ്ട്. അഖില മാഡത്തിന്റെ അതുപോലെ അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ എത്ര വഴക്ക്, അവരൊക്കെ എന്തോരം ടെൻഷൻ അടിച്ചിട്ടുണ്ട് സാറ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോ. ഈ കുട്ടിക്ക് എന്താണ് പറ്റിയെന്നുള്ള ഒക്കെ ചിന്തിച്ചിട്ടുണ്ടെന്ന് അമ്മ തന്നെ പല വേദികളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് സാർ അന്ന് റിസ്ക് എടുത്തു. ഇന്ന് നമ്മളുടെയൊക്കെ മുന്നില് എന്താ പറയാ ഏറ്റവും വലിയ പൊസിഷനില് ഒരു രാജകീയ സ്ഥാനത്തിലാണ് നമ്മളുടെ സഫയർ ആയിട്ടുള്ള മൂർത്തി സാർ ഇരിക്കണേ. കണ്ടുപിടിക്കേണ്ടതാണ് നമ്മളൊക്കെ. റിസ്ക് എടുക്കാതെ നമുക്ക് ഒരു റിട്ടേൺ കിട്ടില്ല. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവും. അപ്പോ തോറ്റുപോയിക്കോട്ടെ, അതിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളുടെ തോൽവികള് നമ്മൾക്ക് അടുത്ത ചവിട്ടുപടിയാണ്, അടുത്ത സക്സസിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് മാറും. അതിൽ വേറെ ഒരു സംശയമില്ല. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ലാന്ന്. തെറ്റുകൾ എല്ലാവർക്കും പറ്റും. നമ്മൾ പഠിക്കേണ്ടത് തെറ്റുകൾ എന്നാ. തെറ്റി 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 അത് ശരിയായിട്ട് വരണം. ഗുണിക്കാനും ഹരിക്കാനായിട്ടൊക്കെ എത്ര തെറ്റ് പറ്റിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ മാത്സ് പഠിപ്പിച്ചിരുന്ന സാറ്, ആ സാറ് വടി കൊണ്ടുവന്നതിനെ ടക 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 ടകേ എന്ന് പറഞ്ഞാ അടിക്കണത്. ആ സാറിനെ പേടിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡെസ്കിന്റെ ഇടയിലൊക്കെ പിള്ളേരുടെ ഇടയിലൊക്കെ പോയി ഒളിച്ചിരിക്കുവായിരുന്നു. കാരണം മാത്സിൽ കുറച്ച് വീക്കായിരുന്നു ഞാൻ. അത് പറയാണ് ഞാൻ ഇത്തിരി വീക്കായിരുന്നു. എനിക്ക് മടിയായിരുന്നു മാത്സ് പഠിക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു കഴിവ് ദൈവം കൊടുക്കില്ല. എനിക്ക് മാത്സ് അങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ച് വീക്കായിരുന്നു ഞാൻ. 10ാം ക്ലാസ്സിൽ ഞാൻ കഷ്ടി മാത്സിന് പാസ്സായ ആളാണ്. പക്ഷെ ഞാൻ +2-ന് അതൊരു റിസ്ക് ആണ് കേട്ടോ. +2-ന് മാത്സ് തന്നെ ഞാൻ എടുത്തു. കൊമേഴ്സ് മാത്സ് തന്നെ ഞാൻ എടുത്തു. 10ാം ക്ലാസ്സിൽ കഷ്ടി പാസ്സായിട്ട് +2-ൽ കൊമേഴ്സ് മാത്സ് എടുത്ത് പഠിച്ച് അതിൽ ഞാൻ നല്ല മാർക്ക് മേടിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ റിസ്ക് എടുക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കാതെ ഞാൻ ഒരിക്കലും മുന്നോട്ട് പോകാറില്ല. എന്ത് റിസ്ക്കും ഞാൻ എടുക്കും. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഈശ്വരൻ അനുവദിച്ചാൽ, ഇതൊക്കെ തമ്പുരാന്റെ കയ്യിലുള്ളതാണ്. റിസ്ക് എടുക്കാൻ എന്നെ തോന്നിപ്പിക്കുന്നത് ഒരു പക്ഷെ ഈശ്വരനായിരിക്കും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനം എന്താണ് അതിനനുസരിച്ച് തന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് മനുഷ്യരാണ്, നമ്മൾക്ക് തെറ്റുകൾ പറ്റാം. ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കുക. തെറ്റി വേണം പഠിക്കാൻ. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. തെറ്റ് നമ്മള് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ മാത്രം കുറ്റമാണ്. ഒരിക്കലും ഒരു വഴിയിൽ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും അതിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ അത് നമ്മുടെ മിസ്റ്റേക്കാ. അവിടെ ചെന്നിട്ട് അപകടം പറ്റിയിട്ടെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കാ. അതേസമയം ആ വഴിയിൽ കൂടെ പോയ പ്രശ്നം ഉണ്ടാവും, സ്ഥിരം പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അതിന് അടുത്ത് നല്ലൊരു വഴി ഉണ്ടെന്നാണെങ്കിൽ അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ വഴി കിട്ടും എന്നാണെങ്കിൽ ആ ഷോർട്ട് കട്ട് വഴി നിങ്ങൾ പോകാൻ ശ്രമിക്കുക. പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണെങ്കിൽ. അപ്പൊ നമ്മളുടെ മിസ്റ്റേക്കുകൾ എന്താണോ അത് കറക്റ്റ് ചെയ്തിട്ട് പോവാനായിട്ട് സാധിക്കുക. നമ്മളുടെ മിസ്റ്റേക്കുകളിൽ നിന്ന് നമ്മൾ പഠിച്ച് അത് നമ്മളുടെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട്, നമ്മളുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോ എനിക്കറിയാം, കാരണം ഞാൻ മുന്നേക്ക് ഭയങ്കര നാണമായിരുന്നു എനിക്ക് എല്ലാവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട്. ആളുകളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു സംസാരിക്കാൻ. എന്ന് വരെ ഡോക്ടർ രാജൻ സാർ ഒരു വേദി തരണതിന് മുന്നേ വരെ നാണമായിരുന്നു എനിക്ക്. അതിനുശേഷം നോക്കൂ, എനിക്കൊരു അവസരം കിട്ടി, വീണ്ടും ഞാൻ പിന്മാറാൻ തയ്യാറായില്ല. കിട്ടിയ അവസരത്തിൽ ഞാൻ കയറി വന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ നിന്ന് സംസാരിക്കണം. അതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെനിക്ക് ഏത് വേദിയിൽ വേണമെങ്കിലും പറയാം. ഈ RCM ഇല്ലായിരുന്നു വെച്ചെങ്കിൽ ഞാൻ ഇതുപോലെ ഒന്നും വന്ന് നിങ്ങളുടെ മുന്നിലൊന്നും സംസാരിക്കില്ല. ഞാൻ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. എങ്കിലും ഇത്തിരിയെങ്കിലും ഒരു ടെക്നിക്കൽ പേളിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ അത് എന്റെ ലീഡേഴ്സ് എനിക്ക് തന്ന കോൺഫിഡൻസ്. അത് എനിക്ക് അന്ന് കറക്ഷൻ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ രാജൻ സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്തു വന്നു. ഒപ്പം തന്നെ മൂർത്തി സാറ് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ എന്റെ അച്ഛൻ എന്തൊക്കെ എനിക്ക് പൊട്ടത്തരങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ അതൊക്കെ എന്നെ 1 by 1 നോട്ട് ചെയ്തിനടുത്ത് പറയും, നീ അങ്ങനെ പറയരുത്, നീ ഇങ്ങനെ പറയരുത്, നീ കറക്റ്റ് ആയിട്ട് നീ പറഞ്ഞു പഠിക്കാൻ, നീ ട്രെയിൻ ചെയ്ത് നോക്കുക. സപ്പോർട്ട് എനിക്ക് നല്ലപോലെ എന്റെ അച്ഛന്റെ ഭാഗത്ത് നിന്ന് കിട്ടാറുണ്ട്. അത് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല എന്നാണെങ്കിൽ, നമ്മളത് കറക്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നാണെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മളുടെ ആ ഒരു ഫെയിലിയർ ഒരിക്കലും എന്താ പറയാ, ഫെയിലിയർ ഉണ്ടെന്നാണെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അതിനേക്കാളും വലുതിലേക്ക് നമ്മൾ പോകാനായിട്ട് നോക്കുക.
അതുപോലെ തന്നെ ചെറിയ ചെറിയ വിജയങ്ങൾ എന്താണോ അത് നമ്മൾ ആഘോഷിക്കാനായിട്ട് തയ്യാറാവുക. ഞാൻ അങ്ങനെയാണ് ട്ടോ. ചെറിയൊരു അച്ചീവ്മെന്റ് ആണെങ്കിൽ പോലും ഞാൻ അത് ആഘോഷിക്കും. എനിക്ക് ചെറിയൊരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയ കാര്യം ഞാൻ ആഘോഷിക്കാറുണ്ട് പൊതുവെ. ഇത് നല്ലതാണല്ലോ, അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അപ്പൊ ഇതിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ലതായിരിക്കുമല്ലോ. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. ചെറിയ ചെറിയ വിജയങ്ങളിൽ നിന്നാണ് വലിയ വലിയ വിജയങ്ങളിലേക്ക് പോവാൻ നോക്കൂ. ഫസ്റ്റ് ഞാൻ വന്നപ്പോ ഒരു ബിഗിനർ ആയിരുന്നില്ലേ, ആ ബിഗിനർ എന്റെ ഒരു ചെറിയ വിജയമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ അടുത്ത വിജയം എന്താ, സ്റ്റാർട്ടറിലേക്ക് വന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഓപ്പണർ ആയില്ലേ, ഈഗിൾ ആയില്ലേ, റണ്ണർ ആയില്ലേ, വിന്നർ ആയില്ലേ. അതിനുശേഷം നമ്മൾ എന്തായി, സ്റ്റാർ ആയില്ലേ. സ്റ്റാറിന് ശേഷമല്ലേ നമ്മൾ റോയൽറ്റി ഗോൾഡിലേക്ക് വന്നേ. അത് കഴിഞ്ഞപ്പോ എന്ത് വന്നു, സ്റ്റാർ ഗോൾഡ് വന്നു, പ്ലാറ്റിനം വന്നു, സ്റ്റാർ പ്ലാറ്റിനം വന്നു. അത് മെയിൻറ്റെയിൻ ചെയ്തു ഇവിടെ പേൾ ആയിട്ട് വന്നു. അതൊക്കെ ചെറിയ ചെറിയ വിജയങ്ങളായിരുന്നില്ല. ചെറിയ ചെറിയ വിജയങ്ങളിൽ നിന്നല്ലേ നമുക്ക് വലിയ വിജയങ്ങളിലേക്ക് പോകാൻ പറ്റുക. നോക്കുക, ഒരു എമറാൾഡ് ആയി കഴിഞ്ഞ് സ്റ്റാർ എമറാൾഡ് ആവണ വരെയും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ആ എമറാൾഡ് നമ്മൾ ചെറിയ വിജയമായിട്ട് കരുതിയാൽ അടുത്തത് നമ്മളുടെ വലിയ വിജയമാണ്. അത് അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഇനി വരാനുള്ളത് വലിയ വിജയമാണ്. അപ്പൊ നമ്മളുടെ ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുക. നമ്മളൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളെ, കാരണം നമ്മളുടെ ഓരോ ചെറിയ വിജയങ്ങൾ പോലും നമ്മൾ RCMകാരെ ആഘോഷിക്കാറുണ്ട്. ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാനില്ല. കാരണം നമ്മളുടെ ഓരോ നിമിഷവും ഓരോ ആ ഒരു ലെവലുകളും നമ്മൾ ആസ്വദിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ വിജയങ്ങൾ ആഘോഷിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ഒന്ന് ഓർത്ത് നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കേ വേണ്ട. പാസ്റ്റ് ഇസ് വേസ്റ്റ്. നമ്മൾ അതിനെ അങ്ങ് വിട്ടുകളഞ്ഞേക്കുക. പണ്ട് ഞാൻ ആനപ്പുറത്തിരുന്ന ആളാണെങ്കിൽ ഇപ്പോ എനിക്കത് പറ്റുന്നില്ല എന്നാണെങ്കിൽ എനിക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പണ്ട് അങ്ങനെ ഇരുന്നിരുന്നത് ഇപ്പൊ ഞാനിപ്പോ അതൊന്നും ഇല്ല എന്ന് കരുതി വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കലുണ്ടാവുള്ളൂ. അപ്പൊ അതിനേക്കാളും വലിയ ഉയരങ്ങളിലേക്ക് പോവാനായിട്ട് നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പഴയ കാര്യങ്ങളെ പറ്റി നമ്മള് മറക്കുക. ഇനി എന്താണുള്ളത് അതാ പറഞ്ഞേ, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക. നമ്മളുടെ എന്താണോ നമ്മളുടെ എയിം അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. നമ്മളുടെ ഗോൾ സെറ്റ് ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ എന്താ പറയാ, നമ്മളുടെ ഈ ഒരു ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷം, നമ്മളുടെ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്ന് നമ്മളുടെ ആ ഒരു ആഘോഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിക്കുക, നമ്മൾക്കൊരു വിജയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചിരിക്കുവോ ഇതിനു മുന്നേ എന്താ വിജയിക്കാതിരുന്നേന്നുള്ളത് നമ്മൾ ആലോചിച്ചിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പത്തെ വിജയം നമ്മൾ ആഘോഷിക്കും. നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മൾക്ക് സക്സസ് ആയി, നമ്മൾ 10 പ്രാവശ്യം തോറ്റു, 11ാമത്തെ പ്രാവശ്യം നമ്മൾ സക്സസ് ആയി. 10 പ്രാവശ്യം തോറ്റ കാര്യത്തിനെ ഓർത്ത് നമ്മൾ 11ാമത് നമ്മൾ സക്സസ് ആയ കാര്യം നമ്മൾ കളയോ അല്ലെങ്കിൽ നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യോ? അപ്പോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. സക്സസിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. കഴിഞ്ഞത് കഴിഞ്ഞുന്നേ, അത് ഞങ്ങളുടെ വിട്ടുകളഞ്ഞേക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു. വീരാങ്കനയിൽ വന്നു, വീരാങ്കനയിൽ ബോംബെയിൽ പോയിട്ട് വന്നു, അതെന്റെ ഒരു സക്സസ് ആയിരുന്നു എന്ന് ഞാൻ ആഘോഷിച്ചു. ഇനി അടുത്ത സക്സസ് എന്താണെന്ന് ഞങ്ങൾ ഇനി നിങ്ങളെ കാണിച്ചു തരും. അത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണോ നമ്മളുടെ എയിമും അത് നമ്മൾ സെറ്റ് ചെയ്താൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വലിയ വലിയ വിജയങ്ങളിലേക്ക് നമ്മൾ പോകണം എന്നാണെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ സക്സസ് സ്റ്റോറീസ് നമ്മൾ ആഘോഷിക്കണം. എല്ലാവരും ഇതുപോലെ ആഘോഷിക്കുക. നമ്മളുടെ ചെറിയ വിജയങ്ങൾ നമുക്ക് വലിയ വലിയ വിജയങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണ്. അപ്പൊ നമ്മൾ അത് ആലോചിച്ചിരിക്കാതെ നമ്മൾ ആഘോഷിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ ലീഡേഴ്സ് ഒക്കെ നമ്മളുടെ കൂടെ ഫുൾ സപ്പോർട്ടിനുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികളൊക്കെ നമ്മൾ കളയുക. എനിക്കറിയാം ഇന്ന് ഒരുപാട് ആളുകൾ വീരാങ്കന ക്ലബിലേക്ക് വന്ന വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ഇരിക്കുന്നുണ്ടാവും. അത് ഓൾറെഡി എല്ലാവരും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, എന്നെക്കാളും അധികം കാര്യങ്ങൾ അറിയാം. ഒരുപാട് വീരാങ്കനമാര് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരികളെ കണ്ട് വന്നു വീരാങ്കന ക്ലബിലേക്ക്. ഒരുപാട് സന്തോഷം. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ ഗോള് നിങ്ങൾ ഒരിക്കലും സെറ്റ് ചെയ്യരുത്. വലിയ ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുക. നമ്മൾക്ക് അത് എത്താൻ പറ്റിയില്ലെന്നാണെങ്കിലും ഇപ്പൊ നോക്കൂ, ഒരു 10,000 വോളിയം ചെയ്യുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഒരു 30,000 വോളിയത്തിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ എനിക്ക് പറ്റുമോ പറ്റില്ല ഇതിരിക്കോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളൊരു 15,000 വോളിയം ആണ് സെറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങളത് എത്തും. പക്ഷെ 30,000 വോളിയം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 25,000 വോളിയം ചെയ്യാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യമല്ലേ? അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മളുടെ ഫോക്കസ് ഒന്നും കൂടി ക്ലിയർ ചെയ്യുക. വലിയ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ മടിച്ചിരിക്കാനായിട്ട് പാടില്ല. ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഓരോ പ്രാവശ്യം നമ്മൾ തോറ്റു പോകുമ്പോഴും 10 പുതിയ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആദ്യത്തെ കാര്യത്തിൽ നമ്മൾ എങ്ങനെ തോറ്റു എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചിരിക്കും അവര്. അപ്പൊ വിജയിക്കുന്ന ആളുകൾ എന്താ വേണ്ടേ?
എസ്പെഷ്യലി നമ്മൾ വീരാങ്കനാസ് ഒരുപാട് പേരുണ്ട് ഈ കൂട്ടത്തില്. ചിന്തിക്കേണ്ട കാര്യം എന്താ, വീരാങ്കന മാത്രമല്ല എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിലുള്ള ലേഡീസ് ഒക്കെ, നിങ്ങൾക്കൊക്കെ ഒന്നല്ലെങ്കിൽ വേറെ തരത്തില് കഴിവുകൾ ഈശ്വരൻ തന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിയുക. നമ്മളൊരാളെയും തള്ളിയിട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് എന്ത് കഴിവാണ് ഈശ്വരൻ തന്നിരിക്കണേ, ആ ഒരു കഴിവിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അത് നമ്മൾ റിയലൈസ് ചെയ്തില്ല, നമ്മൾ അത് തിരിച്ചറിഞ്ഞില്ല എന്നാണെങ്കിൽ അത് നമ്മളുടെ മാത്രം കുറ്റമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കഴിവുകൾ എന്താണോ അതിനെ നമ്മൾ തിരിച്ചറിയാനായിട്ട് നോക്കുക. ആ തിരിച്ചറിവുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുക. അപ്പൊ ഒരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണ ഒരാള് 10 പ്രാവശ്യം പുതിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് എന്താ പറയാ, 10 പ്രാവശ്യം തോറ്റു പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ 9 പ്രാവശ്യം തോറ്റു പോയിട്ടുണ്ടെങ്കിലും 10ാമത്തെ കാര്യം ചെയ്യുമ്പോൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും ആ 9 തോൽവിയും അവർ ആഘോഷിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോവുക. ആ 9 തോൽവികളെ പറ്റി അവർ ആലോചിക്കാറില്ല. പുതിയ 9 സക്സസ് സ്റ്റോറീസ് ആയിരിക്കും അവര് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഇങ്ങനെ ചെയ്താൽ 9 പ്രാവശ്യം തോൽവിന്ന് ഓരോ പാഠം പഠിച്ചിട്ടുണ്ടാവുക. ആ ഓരോ പാഠങ്ങളും അവരുടെ ലൈഫിലെ വലിയ ചവിട്ടുപടിയായിട്ട് മാറും. അപ്പൊ നമ്മൾ അങ്ങനെ ആയിരിക്കാം, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഓരോ അറിവുകളും നമ്മളുടെ ലൈഫിലേക്കുള്ള വലിയ വലിയ നാഴിക കല്ലുകൾ. അപ്പൊ നമ്മളത് നമ്മളുടെ ഉള്ളിൽ തന്നെ കരുതുക, നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, മുന്നോട്ട് പോവുക. ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിച്ചിരുന്നിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ നിങ്ങളുടെ മുന്നിലൊന്നും വന്ന് സംസാരിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. ഞാൻ ഏതെങ്കിലും ഒരു മൂലയിൽ കുറെ പുസ്തകങ്ങളുടെ ഉള്ളിലിരുന്ന് കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാരാബ്ധത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് മൂടിപ്പോയാനെ. അതൊക്കെ ശരിക്കും മാറ്റിവെക്കാനും ഒരുപാട് പേരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാനും ഒത്തിരി ആളുകൾക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ അത് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നതിന് ശേഷം. അപ്പോ ഞാൻ ഓരോ ടാർഗറ്റ് എടുത്തതും എന്റെ ലൈഫിൽ അതൊരു വലിയ റിസ്ക് ആയിട്ട് ഞാൻ കരുതുന്നില്ല. റിസ്ക് എടുത്താലേ റിവാർഡ് ഉണ്ടാവുള്ളൂ. അത് എടുത്തു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് വന്ന് അങ്ങനെ നേടി ഒരേ നേട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ ഒപ്പം നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട് എന്റെ ടീമിൽ തന്നെ. എന്റെ ലീഡേഴ്സ് എനിക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ എന്റെ കൂടെയുള്ള ആളുകൾ, ഈവൻ എന്റെ വീരാങ്കനമാര് നല്ല സപ്പോർട്ടാണ്. അവര് തരുന്ന സ്നേഹം എന്താ പറയാ, അതൊരു ശരിക്കും ഒരു ഫാമിലിയാണ്. അതുപോലെ തന്നെ എന്റെ ടീം മെമ്പേഴ്സ് ശരിക്കും ഞങ്ങളൊക്കെ ഒരു ചങ്കാണ്. നമ്മളുടെ ഇപ്പോഴത്തെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ചങ്കാണെന്ന് പറയും. അതുപോലെ തന്നെയാണ് ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു സ്ത്രീനെ ഒരാളും വില കുറച്ച് കാണരുത്. സ്ത്രീകൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾ തോന്നണ കാര്യങ്ങൾ അതിനേക്കാളും 100 മടങ്ങ് ശക്തിയോടുകൂടി ചെയ്ത് കാണിക്കാൻ പറ്റുന്ന പവറുള്ള വ്യക്തികളാണ് സ്ത്രീകൾ. അവരത് മനസ്സ് മടിച്ചു വെക്കണോണ്ടാ. അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ പേടിയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ വിലങ്ങുതടിയായിട്ട് മാറുന്നത്. ഫസ്റ്റ് ചെയ്യേണ്ട നമ്മളുടെ ഉള്ളിൽ നമ്മളൊന്ന് സ്ട്രോങ് ആവുക എന്നുള്ളതാ. നമ്മളെ ആൾക്കാരെ എന്തും പറഞ്ഞോട്ടെ, പറയും. നമ്മൾ എന്ത് ചെയ്താലും പറയും, ചെയ്തില്ലെങ്കിലും പറയും. പറയാനുള്ള ആളുകൾ പറയും. പക്ഷെ അത് നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നല്ലതാണെങ്കിൽ മാത്രം ചെയ്തു കൊടുക്കുക. നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ പിന്തിരിഞ്ഞ് നടക്കുക. നമ്മൾ നോക്കുക വേണ്ട, ഒന്നും നോക്കണ്ട. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ സത്യസന്ധരായിരിക്കുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ വിജയങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് കരുതി നിൽക്കുന്നുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിയും. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഒരിക്കലും വില കുറച്ച് കാണരുത്. നമ്മൾക്ക് എല്ലാവർക്കും കഴിവുള്ള ആളുകളാ. ഞാൻ ഇതുപോലെ സംസാരിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനു മുന്നേ ട്രെയിനിങ് കിട്ടിയിട്ടൊന്നുമല്ല. സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് സംസാരിക്കാൻ പറ്റുമെന്ന് മനസ്സിലായേ. അപ്പൊ അതുകൊണ്ട് സ്റ്റേജ് ഫിയർ, ഒരു സ്റ്റേജിൽ നിങ്ങൾ അവസരം കിട്ടിയാൽ ഒരിക്കലും സംസാരിക്കാതിരിക്കരുത്. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് നമ്മളെ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ചെയ്യാൻ ശ്രമിക്കുക, എങ്കിലേ അത് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോ എന്താ പറയാ, ഈ ഒരു അവസരം എന്താ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞിട്ട് വാക്കുകൾ വരണില്ല. കാരണം ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇരിക്കുമ്പോ, നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോ. എന്റെ വീരാങ്കനമാര് കുറെ പേര് ഇവിടെ ഉണ്ട്. ഞാൻ എന്റെ വീരാങ്കനമാരെന്ന് ഉറപ്പിച്ച് തന്നെ പറഞ്ഞത്. കാരണം ഞങ്ങൾ അങ്ങനെയാണ്.
ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് അങ്ങനെയാണ്. പുതിയതായിട്ട് വന്ന ആളുകൾക്ക് പോലും, ഇപ്പൊ 2 ദിവസമായിട്ട് വന്ന ആളുകൾക്ക് പോലും ആ ഒരു ടീമിന്റെ ആ ഒരു സ്ട്രെങ്ത് എന്താന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോ നമ്മള് ഇതില് ഉള്ള ആളുകൾ വീരാങ്കനമാരായിട്ട് വരാൻ മടിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നാണെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അതിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ആകെ ഒരു ഇട്ടാവട്ടമുള്ള ലൈഫൊക്കെ ഉള്ളൂ നമ്മളുടേത്. എപ്പോഴാണ് തമ്പുരാൻ തിരിച്ചു വിളിക്കണമെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്തില്ല എന്നാണെങ്കിൽ, അതല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണെന്നാണെങ്കിൽ, പിന്നെ എന്തിനാ നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾക്കൊരു ഇതുണ്ടാവുക, ഒരു വാല്യൂ ഉണ്ടാവുക? അതിനൊരു അർത്ഥമില്ല. അപ്പൊ നമ്മൾക്ക് ഓരോ മൊമെന്റും നമ്മൾ എൻജോയ് ചെയ്യുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മളുടെ സന്തോഷം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർത്തുക, അവരെ കൂടി നമ്മളുടെ കൂടെ കൂട്ടുക, എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഇപ്പോഴും വിജയിച്ച ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല, ഇനിയും ഒത്തിരി പോവാനുണ്ട്. അപ്പോ ഇനിയും നമ്മളുടെ ലീഡേഴ്സിനെ അവർ എന്താണോ പറയണത് അത് കണ്ട് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ തയ്യാറാവുക. നമ്മൾ സിൻസിയർ ആയിട്ടാണ് വർക്ക് ചെയ്യണമെന്നാണെങ്കിൽ, വന്ന വഴി മറക്കാതെയാണ് നമ്മൾ പോണെന്നാണെങ്കിൽ, ഹാപ്പി ആയിട്ട് നമ്മളുടെ സക്സസ് എല്ലാം നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് പോണെന്നാണെങ്കിൽ, തീർച്ചയായിട്ടും വലിയ വലിയ വിജയങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള വലിയ മാർഗമായിട്ട് മാറും. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് പോവുകയും കൂടി വേണം. അപ്പൊ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഓരോരുത്തർക്കും, നമുക്ക് എല്ലാവർക്കും ഒരേപോലുള്ള കഴിവുകൾ ഈശ്വരൻ തന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം നമ്മൾക്ക് മുന്നേറാൻ പറ്റില്ല. അപ്പൊ ആ കഴിവുകളൊക്കെ നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യുക. ഇന്ന് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ ഒരു കുഞ്ഞു പുസ്തകത്തിൽ സീക്രട്ട് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുന്ന കാര്യങ്ങളാണ് അർത്ഥവത്താവുള്ളൂ, അതേ നടക്കുള്ളൂ. അപ്പൊ അതൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. അപ്പോ എന്നെ ഇത്ര നേരം കേട്ടിരുന്ന, ഞാന് മടുപ്പിച്ചോന്നറിയില്ല, എന്തായാലും എന്നെ കേട്ടിരുന്ന ഓരോ ആളുകൾക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. കാരണം ഞാനൊരു സാധാരണക്കാരിയാണ്. ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം മുന്നോട്ട് വരാനായിട്ടുള്ള പാതകളൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തിയല്ല. ഇഷ്ടംപോലെ പ്രശ്നങ്ങളൊക്കെ അതിൽ കൂടെയൊക്കെ കടന്നു വന്ന് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് കാണിക്കും. അതെന്റെ ഒരു വാശിയാണ്. ഞാനത് RCMൽ കൂടെ തന്നെ നേടി കാണിക്കുള്ളൂ. അത് നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളുടെ വാശികളായിട്ട് ഏറ്റെടുക്കുക. നമ്മൾക്ക്, അതായത് ഒരാളെ തല്ലുപിടിക്കാൻ വേണ്ടിയിട്ടോ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾക്ക് നമ്മുടെ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള വാശി നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കയറി വരാൻ പറ്റും. ഞാൻ സാധാരണ കുടുംബത്തിൽ നിന്ന് ഇത്രയെങ്കിലും എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് എന്നാണെങ്കിൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക, വലിയ വലിയ വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും.